എറണാകുളം നെടുമ്പാശ്ശേരിയിൽ ഐവിൻ ജിജോയെ CISF ഉദ്യോഗസ്ഥർ കാറിടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ CISF കമാൻഡറെ ചോദ്യം ചെയ്യും. ഡ്യൂട്ടി ക്രമീകരണം ചർച്ച ചെയ്യാൻ CISF കമാൻഡറുടെ വീട്ടിൽ പോയി മടങ്ങും വഴിയാണ് അപകടം എന്നതായിരുന്നു പ്രതികളുടെ മൊഴി. CISF AIG ശിവ് പാണ്ഡെ ഇന്നലെ ഐവിൻ ജിജോയുടെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് സന്ദർശനം നടത്തി. റാഫി കരീം വിവരങ്ങളുമായി. റാഫി, ഒരു മുതിർന്ന ഉദ്യോഗസ്ഥന് ഇവരെ രക്ഷപ്പെടുത്താനൊക്കെ സഹായിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളൊക്കെ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നതാണ്. ആ തരത്തിലേക്കൊക്കെയുള്ള അന്വേഷണം നടക്കുന്നുണ്ടോ? കൂടുതൽ വിശദാംശങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നൽകാനുള്ളത് എന്താണ്? അനുജ, തീർച്ചയായും ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് മുതിർന്ന ഉദ്യോഗസ്ഥൻ ഇവരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. ആ ഉദ്യോഗസ്ഥനിലേക്ക് അന്വേഷണം പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത് ഈ CISFന്റെ കമാൻഡറെ ചോദ്യം ചെയ്യും എന്നുള്ളൊരു വിവരമാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ ഉദ്യോഗസ്ഥർ നൽകിയ മൊഴി CISF കമാൻഡറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് CISF കമാൻഡറെ ചോദ്യം ചെയ്യുന്നത്. ഈ ഉദ്യോഗസ്ഥർ ഈ ഐവിനുമായി പ്രശ്നമുണ്ടാകുന്ന സമയത്ത് ഇവർ കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഈ യാത്ര അത് ഈ കമാൻഡറുടെ വീട്ടിലേക്കായിരുന്നു എന്നുള്ളതാണ് ഇവർ മൊഴി നൽകിയിരിക്കുന്നത്. ഡ്യൂട്ടി സംബന്ധമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ കമാൻഡറുടെ വീട്ടിലേക്ക് ആ രാത്രിയിൽ യാത്ര ചെയ്തത് എന്നുള്ളതാണ് ഈ മൊഴിയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വ്യക്തത വരുത്തേണ്ടതുണ്ട് ഈ അന്വേഷണ സംഘത്തിന്. അതിനുവേണ്ടിയാണ് ഈ കമാൻഡറെ ചോദ്യം ചെയ്യുന്നത്. ഒപ്പം തന്നെ ഈ ഐവിനെ കൊലപാതകം നടത്തിയതിനു ശേഷം ഈ രണ്ട് ഉദ്യോഗസ്ഥരിൽ ഒരാൾ അതേസമയം തന്നെ ഡ്യൂട്ടിക്ക് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഏത് രീതിയിലാണ് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നടന്നത് എന്നും പരിശോധിക്കുന്നുണ്ട്. ഇയാൾക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ അറിഞ്ഞിട്ടും അത് മറച്ചുവെച്ചുകൊണ്ട് മറ്റ് സഹായങ്ങൾ ചെയ്തോ എന്നുള്ള കാര്യങ്ങളുമാണ് ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. ഇതിന്റെ എല്ലാം ഭാഗമായി കൂടിയാണ് CISFന്റെ കമാൻഡറെ ചോദ്യം ചെയ്യാൻ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്നലെ ഈ ഐവിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അപകടം സംഭവിച്ച സ്ഥലത്തും ഇവരുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായ സ്ഥലത്തുമെല്ലാം തന്നെ AIG ശിവ് പാണ്ഡെയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പരിശോധന നടത്തിയിരുന്നു. അതിൽ നാട്ടുകാരുടെ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് രഹസ്യമായിട്ടായിരുന്നു ഈ പരിശോധനകൾ നടന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളും ഉടൻ തന്നെ കൈമാറുമെന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. എന്തായാലും ഐവിൻ ജിജോയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടക്കുന്നു. അന്വേഷണം രണ്ട് CISF ഉദ്യോഗസ്ഥരിൽ ഒതുങ്ങി നിൽക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കൊലപാതകം നടത്തിയ CISF ഉദ്യോഗസ്ഥർക്ക് പുറമെ ഇവരെ സഹായിച്ച ആളുകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് പോലീസ്. ഐവിൻ ജിജോയെ CISF ഉദ്യോഗസ്ഥർ കാറിടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് കമാൻഡറെ ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങളിലേക്ക് ഇപ്പോൾ അധികൃതർ കടക്കുന്നത്.